ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ തന്റെ തല മതിലിൽ ഇടിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗുരുതരമായ പരിക്ക് സംഭവിച്ചേക്കാം. എന്നാൽ ഭൂമിയിലൊരു പക്ഷിയുണ്ട്. ദിവസം ആയിരക്കണക്കിന് തവണ മരത്തിൽ കൊത്തുന്നു. ഒരു സെക്കൻഡിൽ 20 തവണ വരെ ഇവർക്കിങ്ങനെ കൊത്താൻ സാധിക്കും. എന്നിട്ടും അതിന് തലവേദനയില്ല, മസ്തിഷ്കക്ഷതമില്ല, ബോധക്ഷയവുമില്ല. ആ പക്ഷിയാണ് മരംകൊത്തി. പക്ഷേ ഒരു ചോദ്യം, മരംകൊത്തി എന്തിനാണ് ഇങ്ങനെ മരത്തിൽ കൊത്തുന്നത്? അവൻ വെറുതെ ശബ്ദമുണ്ടാക്കുകയാണോ? അല്ലെങ്കിൽ അതിനു പിന്നിൽ നമുക്കറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ടക് 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 എന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? ആ ശബ്ദമുണ്ടാക്കുന്നത് പലപ്പോഴും ഒരു മരംകൊത്തിയായിരിക്കും. പലരും കരുതുന്നത് അത് വെറുതെ മരം നശിപ്പിക്കുകയാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് തൻ്റെ ജോലി ചെയ്യുകയാണ്. മരംകൊത്തി മരത്തിൽ കൊത്തുന്നതിനുള്ള ഒന്നാമത്തെ കാരണം ഭക്ഷണം കണ്ടെത്താൻ. ഒരു മരത്തിന്റെ തൊലിക്കടിയിൽ ആയിരക്കണക്കിന് ചെറുപ്രാണികൾ ഒളിച്ചിരിക്കും. പുഴുക്കൾ, ലാർവകൾ, ഉറുമ്പുകൾ, മറ്റ് കീടങ്ങൾ. നമുക്കവയെ കാണാൻ കഴിയില്ല, പക്ഷേ മരംകൊത്തിക്ക് കഴിയും. അത് മരത്തിൽ കൊത്തി തൊലി പൊട്ടിക്കുകയും തുടർന്ന് അതിന്റെ നീളമുള്ള നാവ് അകത്തേക്ക് കയറ്റി ആ കീടങ്ങളെ പുറത്തെടുക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ അടച്ചിട്ടൊരു പത്തായം തുറന്ന് ഭക്ഷണമെടുക്കുന്നത് പോലെ മരംകൊത്തിക്ക് മരം ഒരു ഭക്ഷണശാലയാണ്. എന്നാൽ അതുമാത്രമല്ല, മരംകൊത്തിയുടെ ഈ പ്രവൃത്തിക്കുള്ള രണ്ടാമത്തെ കാരണം വീട് നിർമ്മിക്കാൻ. ഇതുപോലുള്ള മരത്തിലാണ് അവർ വീട് പണിയുന്നത്. അവ മരത്തടിയിൽ ചെറിയ പൊത്തുകൾ ഉണ്ടാക്കും. അവിടെയാണ് മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും. മഴയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഈ പൊത്തുകൾ നല്ല സംരക്ഷണം നൽകും. എന്നാൽ ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. മരംകൊത്തി ഉപേക്ഷിച്ച വീടുകളിൽ പിന്നീട് മറ്റു പക്ഷികളും താമസിക്കാറുണ്ട്. അങ്ങനെ മരംകൊത്തി കാടിന്റെ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ പോലെ പ്രവർത്തിക്കുന്നു. മരംകൊത്തിയുടെ ഈ മരംകൊത്തലിനെ പറ്റി ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങളുണ്ടാകാം. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും രസകരമായ വിശ്വാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാരണം ആശയവിനിമയം. നമുക്ക് സംസാരിക്കാൻ ശബ്ദമുണ്ട്, ചില പക്ഷികൾക്ക് പാട്ടുണ്ട്. പക്ഷെ മരംകൊത്തി പലപ്പോഴും മരത്തിൽ കൊത്തുന്ന ശബ്ദത്തിലൂടെയാണ് സന്ദേശങ്ങൾ അയക്കുന്നത്. ഈ പ്രദേശം എൻ്റേതാണ്, ഞാൻ ഇവിടെയുണ്ട്, എനിക്കൊരു പങ്കാളിയെ വേണം എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളായിരിക്കും ആ ശബ്ദങ്ങൾ. അതായത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ മരംകൊത്തി മരമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. ഇത്ര ശക്തിയായി തലയിടിച്ചിട്ടും മരംകൊത്തിക്ക് ഒന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇതാണ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. മരംകൊത്തിയുടെ തലയോട്ടിയും കഴുത്തിലെ പേശികളും നാവിൻ്റെ ഘടനയും പ്രത്യേക രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അവയുടെ നാവ് വായിൽ മാത്രം അവസാനിക്കുന്നതല്ല, തലയോട്ടിയെ ചുറ്റിപ്പറ്റിയാണ് അത് പോകുന്നത്. ഇതൊരു പ്രകൃതിദത്ത സേഫ്റ്റി ബെൽറ്റ് പോലെ പ്രവർത്തിക്കുന്നു. ഓരോ പ്രാവശ്യം മരം കൊത്തുമ്പോഴും ഉണ്ടാകുന്ന ആഘാതത്തിൻ്റെ വലിയൊരു ഭാഗം ഈ ഘടനകൾ ആഗിരണം ചെയ്യും. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് പ്രാവശ്യം തലയിടിച്ചിട്ടും അതിൻ്റെ മസ്തിഷ്കം സുരക്ഷിതമായി തന്നെ തുടരുന്നത്. ഇനി അടുത്ത തവണ നിങ്ങളൊരു മരംകൊത്തിയെ കാണുമ്പോൾ അത് വെറുതെ മരം നശിപ്പിക്കുകയാണെന്ന് കരുതരുത്. അത് ഭക്ഷണം കണ്ടെത്തുകയാണ്, സ്വന്തം വീട് നിർമ്മിക്കുകയാണ്, സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തുകയാണ്. അതേസമയം മനുഷ്യരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവശാസ്ത്ര അത്ഭുതം നമ്മളെ കാണിച്ചു തരികയും ചെയ്യുകയാണ്. പ്രകൃതിയിൽ ചില ജീവികൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ ശരിക്കും അത്ഭുതകരമാണ്. അവയിൽ ഏറ്റവും വിചിത്രവും അത്ഭുതകരവുമായ ഒന്നാണ് മരംകൊത്തിയുടെ ഈ ടക് ടക് ജീവിതം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്